രാജസ്ഥാനിൽ ദളിത് യുവാവിനെ മദ്യപ സംഘം അടിച്ചുകൊന്നു. മദ്യപാന സംഘം നടത്തുന്ന ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങിയില്ലെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനം. ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായതോടെ ബി.ജെ.പി. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണങ്ങളിൽ ദളിത് സംവരണത്തെപ്പറ്റി വാചാലരാകുന്ന മോദിയുടെ സർക്കാർ ഭരിക്കുന്ന രാജസ്ഥാനിലെ കാഴ്ചയാണിത്. രാജസ്ഥാനിലെ ജുൻജുനുവിൽ രാമേശ്വർ വാത്മീകി എന്ന ദളിത് യുവാവിനെ മദ്യപ സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കാലുകൾ കെട്ടിയിട്ട് വടികൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുന്ന ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത്. രണ്ടുപേർ യുവാവിനെ പിടിച്ചുകൊടുക്കുന്നതും മറ്റൊരാൾ വടികൊണ്ട് ദയയില്ലാതെ അടിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. മദ്യപ സംഘം നടത്തുന്ന ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങിയില്ല എന്നാരോപിച്ചായിരുന്നു മർദ്ദനം. മർദ്ദനത്തെ തുടർന്ന് അബോധാവസ്ഥയിലായ യുവാവിനെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. തുടർന്ന് അക്രമികൾ മൃതദേഹം വീടിനു പുറത്ത് വലിച്ചെറിഞ്ഞ് കടന്നുകളഞ്ഞു. മർദ്ദനത്തിന്റെ വീഡിയോ വൈറലായതോടെ ബി.ജെ.പി. സർക്കാരിനെതിരെ പ്രതിഷേധം രൂക്ഷമായി. പ്രതിഷേധത്തെ തുടർന്നാണ് പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ തയ്യാറായത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ദളിതനു വേണ്ടി പ്രസംഗിക്കുകയും എന്നാൽ സ്വന്തം സർക്കാർ അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി.ജെ.പി. ദളിതരെ ആക്രമിക്കുകയാണെന്നും ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗ് കുറ്റപ്പെടുത്തി. ബി.ജെ.പി. സർക്കാർ മദ്യമാഫിയയെ വളരാൻ അനുവദിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടും പ്രതികരിച്ചു. ബി.ജെ.പി. ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ദളിതർക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചിട്ടും അതിലൊന്നും നടപടിയെടുക്കാൻ മോദിയുടെ പോലീസ് ഇതുവരെയും തയ്യാറായിട്ടില്ല. കൈരളി ന്യൂസ്, ദില്ലി.